അരുൺ ഹോബി ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മളിന്നൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഒരു IN407 എന്ന ഡയോഡ് വെച്ച് നമ്മൾ ഒന്ന് റെക്ടിഫൈ ചെയ്യണം, ബ്രിഡ്ജ് റെക്ടിഫൈ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 13013 ഒരു ട്രാൻസ്ഫോമറാണ്. അതിനൊപ്പം തന്നെ IN407 4 ഡയോഡ്സ് എടുത്തു. നമുക്ക് ട്രാൻസ്ഫോമർ നോക്കാം. ഈ ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. അതുപോലെ അത് സെൻറ്റർ ടാപ്പും കൂടിയാണ്. 13013 വോൾട്ടാണ് ഇതിൻ്റെ വന്നത്. ഇൻപുട്ട് വോൾട്ടേജ് 230 വോൾട്ട്, ഔട്ട്പുട്ട് വന്നേക്കുന്നത് 13030. ഇനി നമ്മൾ ഡയോഡ് ഒന്ന് പരിചയപ്പെടാം. ഇത് IN407 എന്ന് പറയുന്ന ഒരു ഡയോഡാണ്. ഈ ഒരു ഡയോഡിന് കാഥോഡെന്നും ആനോഡെന്നും പറയുന്ന 2 ടെർമിനലാണ് ഉള്ളത്. അതായത് ഒരു സൈഡ് കാഥോഡെന്ന് പറയുന്നത് നെഗറ്റീവും ആനോഡെന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡുമാണ്. കാഥോഡ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ നോക്കി കഴിഞ്ഞാൽ കാഥോഡ് സൈഡ് സിൽവർ കോട്ടിങ് ഉള്ളതാണ്. കാഥോഡ് സൈഡ് ബ്ലാക്ക് സൈഡ് കാണുന്നത് ആനോഡ് സൈഡാണ്. ആനോഡ് സൈഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സൈഡ്. ഇത് നമുക്ക് ആ ഡയോഡ് വെച്ച് എങ്ങനെ ബ്രിഡ്ജ് റെക്ടിഫയർ ചെയ്യാമെന്ന് നോക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റിലെ കാഥോഡും സൈഡ് സോൾഡർ ചെയ്യണം. അതേപോലെ തന്നെ മറ്റേ 2 ഡയോഡ് എടുത്ത് പോസിറ്റീവും ചേർത്ത് വെച്ച് സോൾഡർ ചെയ്യണം. പോസിറ്റീവ് എന്ന് പറയുന്നത് ആനോഡാണ്, കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം, തിരിഞ്ഞു പോകരുത്. ഇത് ആനോഡ് സൈഡാണ്. ആനോഡ് സൈഡ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് സൈഡ്. ഇനി നമ്മൾ ആദ്യം സോൾഡർ ചെയ്ത് രണ്ടാമത് സോൾഡർ ചെയ്യുമ്പോൾ ചേർത്ത് വെച്ച് സോൾഡർ ചെയ്യുക. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ആനോടും ചേർത്ത്, ഒരു സൈഡ് കാഥോഡും ചേർത്ത് വെച്ച് അല്ലേ. അതായത് പ്ലസും അടുത്ത 2 മൈനസും ചേർത്ത്. ഇനി നമ്മൾ ചേർത്ത് സോൾഡർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ആനോഡും ഒരു സൈഡ് കാഥോഡുമായിട്ട് വരും. ആ ഒരു സൈഡിലാണ് ട്രാൻസ്ഫോമറിൻ്റെ 2 ടെർമിനൽ കണക്ട് ചെയ്യേണ്ടത്. കണ്ടോ, ആനോടും കാഥോഡും ചേർത്ത് വെച്ച് നമ്മൾ സോൾഡർ ചെയ്തു. ഇനി ഇതിൻ്റെ ഏതൊക്കെ സൈഡാണ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കണക്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ റെക്ടിഫയറിൻ്റെ ഈ ഒരു പോർഷൻ കണ്ടോ, സിൽവർ പൊട്ടികളിലെ കാഥോഡും പോസിറ്റീവും മറ്റേ സൈഡ് നെഗറ്റീവും ആയി വരുന്നു. മനസ്സിലായോ? ഈ 2 ആനോഡും കാഥോഡും ചേർന്നിരിക്കുന്ന സൈഡാണ് നമ്മൾ ട്രാൻസ്ഫോമറിന് 2 കേബിൾ കണക്ട് ചെയ്യേണ്ടത്. ഇവിടുന്ന് ഈ 2 പോർഷനിലാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. ഇനി നമുക്ക് ട്രാൻസ്ഫോമറിൽ അതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതിന് മുമ്പ് നമുക്ക് AC സപ്ലൈ കൊടുത്ത് ട്രാൻസ്ഫോമർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമറാണ്. 13013 1 ആമ്പിയർ വരുന്ന ഒരു ട്രാൻസ്ഫോമർ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കെൻ്റെ വോൾട്ടേജ് നോക്കാം. ഇൻപുട്ട് വോൾട്ടേജ് വന്നിരിക്കുന്നത് 242 വന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് 13 വോൾട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് പോർഷൻ വന്നിരിക്കുന്നത് 13 വോൾട്ട് വന്നിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഡയോഡ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം.
നമ്മൾ ഡയോഡ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ആനോടും കാതും കൂടി ചേർന്ന് വന്നിട്ടുള്ള ആ ഒരു സൈഡ് വേണം ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യാൻ. ഇങ്ങനെ വേണം നമ്മൾ ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കേബിൾ കണക്ട് ചെയ്യാൻ. ഇനി നമുക്കൊരു കപ്പാസിറ്റർ ഫിറ്റ് ചെയ്ത് നോക്കാം. കപ്പാസിറ്റർ 24 വോൾട്ട് 2000 mAh ഒരു കപ്പാസിറ്ററാണിത്. ഇതിൻ്റെ നെഗറ്റീവ് പോർഷനാണ് ഈ ഒരു സൈഡ്, ബ്ലാക്ക് കോട്ടിങ് അടിച്ചിരിക്കുന്നത് നെഗറ്റീവ് സൈഡാണ്. നെഗറ്റീവിൽ തന്നെ പോകണം, പോസിറ്റീവിൽ തന്നെ കണക്ട് ചെയ്യണം. ഇതിങ്ങനെ വേണം നമ്മൾ കണക്ട് ചെയ്യാൻ. ഇനി നമുക്ക് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ചെറിയൊരു വയർ കണക്ട് ചെയ്യാം. ഇനി നമുക്കതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിപ്പം 13 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറാണ്. റെക്ടിഫയർ ചെയ്ത് വരുമ്പോൾ കപ്പാസിറ്റർ ഫിറ്റ് ചെയ്യുമ്പോൾ 13 എന്നുള്ളത് 15, 16 വോൾട്ടേജ് വരെ ആകും. അത് പ്രശ്നമില്ല. ഇപ്പോൾ 17 വോൾട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 17 വോൾട്ടിനെ നമ്മളൊരു റെഗുലേറ്റിംഗ് ഐ സി വെച്ച് 8 വോൾട്ടാണ് എടുക്കാൻ പോകും. ഇതൊരു റെഗുലേറ്റിംഗ് ഐ സി ആണ് 7808 എന്നുള്ള. ഇതിന് 3 ലെഗാണുള്ളത്. ഒരു സൈഡ് ഇൻപുട്ട്, ഗ്രൗണ്ട്, ഔട്ട്പുട്ട്. ഇൻപുട്ട്, ഗ്രൗണ്ട്, ഔട്ട്പുട്ട്. നമ്മൾ ഇൻപുട്ടിൽ 12 വോൾട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് 8 വോൾട്ടായി കിട്ടുന്നത്. ഇൻപുട്ട് കൊടുക്കുന്നു, ഔട്ട്പുട്ട് നമുക്ക് 8 വോൾട്ട് കിട്ടും. ഇതിപ്പോൾ 8 വോൾട്ട് മാത്രമല്ല, നമുക്കിതിനകത്ത് ഒരു 5 വോൾട്ട്, 12 വോൾട്ട്, 15 വോൾട്ട് വരെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. റെഗുലേറ്റിംഗ് ഐ സി 7805 ഉണ്ട്, 7808 ഉണ്ട്, 78012, 78015 ഇങ്ങനെ പലതരത്തിലുള്ള റെഗുലേറ്റിംഗ് ഐ സി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് വോൾട്ടേജ് അനുസരിച്ച് നമുക്ക് വാങ്ങിച്ച് കണക്ട് ചെയ്യാം. ഇൻപുട്ട് 12 വോൾട്ടാണ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജ് 8 വോൾട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.